പെഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ബ്രിക്സ് പാർലമെന്ററി ഫോറം. പെഹൽഗാം ആക്രമണത്തെ പ്രത്യേകം പരാമർശിച്ച പ്രമേയം ബ്രിക്സ് പാർലമെന്ററി ഫോറം അംഗീകരിച്ചു. ഭാരതത്തെ പ്രതിനിധീകരിച്ച സമ്മേളനത്തിലെത്തിയ സ്പീക്കർ ഓം ബിർള ശക്തമായ പ്രമേയം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. Today, India stands firm on the zero-tolerance policy towards all forms of terrorism and respond decisively to every act on terror. Our zero-tolerance policy against terrorism is informed through robust laws and empowered institutions. India actively participates in global counter-terrorism effort, whether in halting terror financing, sharing intelligence, cooperating in investigations and judicial process, or preventing the misuse of modern technologies. India has long faced challenge of cross-border terrorism. It is imperative that all nations ensure that terrorists are not used in any form of terrorism. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, പറയൂ, വിവരങ്ങൾ എന്താണ്? നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ ഓം ബിർള വളരെ കൃത്യമായി ഈ ആവശ്യം, അതായത് ബ്രിക്സ് സമ്മേളന വേദിയിൽ, ബ്രിക്സ് പാർലമെന്ററി ഫോറം വേദിയിലാണ് ഉന്നയിച്ചത്. അതായത് പഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങളെ ശക്തമായി അപലപിക്കണം എന്നൊരു ആവശ്യമായിരുന്നു പ്രധാനമായും അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യത്തിന് പിന്നാലെയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ ബ്രിക്സ് രാജ്യങ്ങൾ അപലപിക്കുന്ന കൃത്യമായ ഒരു പ്രമേയം പാസ്സാവുകയും ചെയ്തത്. ആ പ്രമേയത്തിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ചൈന കൂടി അംഗമായിരുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ചൈന ഈ വിഷയത്തിൽ, അതായത് പഹൽഗാം ഭീകരാക്രമണ വിഷയത്തിൽ കൃത്യമായി ചൈന അപലപിച്ച ഒരു രാജ്യം കൂടിയാണ്. ഭീകരതയ്ക്ക് എതിർത്ത് നിലപാട് സ്വീകരിച്ചു. പാകിസ്ഥാൻ അനുകൂല നിലപാട് പലപ്പോഴും സ്വീകരിച്ചുവെങ്കിൽ കൂടി ഭീകരതയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു എതിർപ്പ് ചൈന അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. മറ്റൊരു സുപ്രധാന വിഷയം ഓം ബിർള അവിടെ അവതരിപ്പിച്ചത്, ഭീകരതയെ ഒരു തരത്തിലും, എന്ത് ന്യായീകരണം ഭീകരതയ്ക്കുണ്ടെങ്കിലും അത് അംഗീകരിക്കാനാവില്ല. ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കേണ്ട രീതി ഭീകരതയോ അല്ലെങ്കിൽ ആക്രമണങ്ങളോ അല്ല എന്ന നിലപാട് കൃത്യമായി ഓം ബിർള അറിയിക്കുകയായിരുന്നു. ഏത് തരത്തിലുള്ള ഭീകരതയെയും അംഗീകരിക്കാൻ പറ്റില്ല, ഒരു തരത്തിലുള്ള ഭീകരതയും സ്വീകാര്യമല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, കാലങ്ങളായി ഭാരതം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ഭീകരതയ്ക്ക് ഫണ്ട് ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് കൃത്യമായ ഇടപെടൽ വേണമെന്നൊരു ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. നമുക്കറിയാവുന്നതാണ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാനെ ഒഴിവാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഭാരതം വിവിധ ഫോറങ്ങളിൽ കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. ADB-യിലും IMF-ലും എല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ആ വിഷയം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. ഭീകരതയ്ക്ക് ധനം ലഭ്യമാകുന്നതും അതുപോലെ തന്നെ ഭീകരതയ്ക്ക് മറ്റ് സൗകര്യങ്ങൾ ലഭ്യമാകുന്നതും കൃത്യമായി തടയേണ്ടതുണ്ട്. മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ഇന്റലിജൻസ് ഷെയറിംഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഭീകരതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്റലിജൻസ് വിവരങ്ങൾ ഷെയർ ചെയ്യാൻ രാജ്യങ്ങളെല്ലാം തയ്യാറാകണമെന്നൊരു ആവശ്യവുമുണ്ട്. ഇതിനും ഒരു അനുകൂല നിലപാടാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കർശനമായ നടപടി ഭീകരതയ്ക്കെതിരെ ആവശ്യമുണ്ട് എന്ന നിലപാട് ലോകം മുഴുവൻ അംഗീകരിക്കുകയും ഭാരതം അതിന് നേതൃത്വം നൽകുകയും അതിന്റെ മുന്നണി പോരാളിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ അടുത്ത കാലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരിയായി സർ.